ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ ഞായറാഴ്ചത്തെ ഭൗതിക്കിലേക്ക് സ്വാഗതം. സമാജത്തില് നല്ലത് വരണം എന്നുള്ള സങ്കല്പം നമ്മൾ ദിവസവും നമ്മുടെ സങ്കല്പത്തെ പുതുക്കാറുണ്ട്. എല്ലാവർക്കും നല്ലത് വരണം, സമാജത്തിന് നല്ല സേവ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇതിനുവേണ്ടി നമ്മുടെ സമാജത്തിൽ നടക്കുന്ന എന്തെങ്കിലും അന്യായങ്ങൾ ഉണ്ടെങ്കിൽ അറിയുകയും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യവും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് ഇതേപോലത്തെ ഒരു പ്രധാന വിഷയം ആണ് നമ്മൾ ഇന്ന് ഭൗതിക്കിലെ ടോപ്പിക്. ഇത് ഇന്നത്തെ ഭൗതിക് എടുക്കുന്ന ശ്രീ വെങ്കടേശ്വരൻ KN, അദ്ദേഹത്തിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വായിക്കാം. വെങ്കടേശ്വരൻ KN G is the National Joint Secretary of Vishwa Hindu Parishad. He is also an entrepreneur with business interest in IT, mining, hospitality. He is based in Trivandrum, Kerala State. He has been associated with VHP since 1998, having worked from grassroots and has handled responsibilities from village, tehsils, district, state level, etc. He was the secretary for VHP Kerala State, secretary for Chennai Zone. Chennai Zone Kerala, Tamil Nadu, Puducherry state varunu, and is currently National Joint Secretary of VHP, focusing on the Atmanirbhar Bharat work, economic development, inculcate Hindu values and dharmic propaganda activities. സ്വാഗതം ശ്രീ വെങ്കടേശ്വരൻ ജി. ഇന്നത്തെ വിഷയമായ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അറിയൂ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേറൊരു വിഷയമായിട്ട് ഒന്നിച്ച് ചേരുന്നതിൽ എല്ലാവരെയും കണ്ടതിലും വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ലവ് ജിഹാദാണ്. അപ്പോ വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് ഞാൻ ഇത് ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അവര് തന്നെ ഒരു തീരുമാനത്തിലെത്താം. ഞാന് ഇത് പറയാൻ കാരണം കഴിഞ്ഞ 2007 മുതല് ഈ ഒരു വിപത്തില് ഞാൻ വർക്ക് ചെയ്യാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് നമ്മൾ ഇതിന്റെ ലവ് ജിഹാദ് എന്നുള്ള ഇതിന്റെ നാമകരണം നമ്മൾ ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് VHPയുടെ കാര്യാലയത്തിൽ വെച്ചാണ്. അപ്പോ അവിടെ ഒരു കുട്ടി, കോഴിക്കോടിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ മതം മാറി കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പെയിന്റർ ആയിരുന്നു അച്ഛൻ. ആ കുട്ടി വിദ്യാഭ്യാസത്തിന് പോയതാണ്. എം എം അക്ബർ ആണ് ആ കുട്ടിയെ കൺവേർട്ട് ചെയ്തത്. കോഴിക്കോട് സ്വാമി ചിദാനന്ദപുരി സ്വാമിജിയുടെ അടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ 3-4 പേരെടുത്ത് പ്രൊഫഷണൽ കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ പോയിരുന്നു. അങ്ങനെ ആ കുട്ടി വിസമ്മതിച്ചു തിരിച്ചു വരാൻ. വളരെ നിഷിദ്ധമായിട്ടാണ് ഹിന്ദു ധർമ്മത്തിനെ പറ്റിയും ഹിന്ദു ദേവീ ദേവതന്മാരെ പറ്റിയൊക്കെ ആ കുട്ടി പറയണ്ടായി. അങ്ങനെ ഒരു 3-4 ദിവസം ആ കുട്ടിയായിട്ട് ചെലവഴിച്ച് ആ കുട്ടി തിരിച്ചു വന്നു. ഇപ്പൊ വളരെ സെറ്റിൽഡ് ആണ്. ആ കുട്ടി വേറെ വിവാഹം കഴിച്ചു, 2 കുട്ടികളായി, നല്ല സന്തോഷമായിട്ട് കഴിയാണ് കുടുംബം. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതും ഒക്കെയാണ്. അങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ പല രീതിയിലുള്ള ഇൻസിഡൻസ് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് വരും. അപ്പൊ കൺവേർഷൻ, മതം മാറ്റം വരും, ഗോഹത്യ വരും, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു പേര് കൊടുക്കും. അങ്ങനെ പേര് കൊടുത്തതാണ് ഈ ലവ് ജിഹാദ്. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇപ്പൊ വലിയ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ആഗോളതലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. കേരള സ്റ്റോറി വന്ന പിന്നെ അതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയില് കർണാടകത്തില് ഹൂബ്ലിയില് ഒരു പെൺകുട്ടി, ആ കുട്ടിയെ അതിക്രൂരമായിട്ട് കോളേജ് ക്യാമ്പസിൽ വെച്ച് കുത്തിക്കൊല്ലുണ്ടായി. അങ്ങനെ കർണാടകത്തിൽ ഇന്ന് വലിയ ചർച്ചയാണ്. അപ്പൊ അത് ഒരു കാരണമാണ് ഇന്ന് ഈ വിഷയം എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൽഹിയിലെ ജഹാംഗീർപുരിയില് വേറൊരു ഹിന്ദു സ്ത്രീ, ആ കുട്ടി, അവരുടെ മകള്, 16 വയസ്സ് മകള് ഒരു മുസ്ലിമായിട്ട് ഒളിച്ചുപോടാൻ വേണ്ടി നിന്നു. അങ്ങനെ വലിയ സമ്മർദ്ദമായിരുന്നു ആ കുട്ടിയെ ആ മുസ്ലിമായിട്ട് പോകാൻ വേണ്ടി. ഈ അമ്മ പോലീസിലെ പരാതി കൊടുത്തിരുന്നു.
അങ്ങനെ പിന്നെ ആ കുട്ടിയെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ച് വേറെ സ്ഥലത്ത് നിന്ന് പഠിപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് ഈ പയ്യൻ 17 വയസ്സുകാരനാണ് വന്നിട്ട് ഈ അമ്മയെ വിളിച്ചു വരുത്തി വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിനു മുമ്പേ മുംബൈയിലെ ശ്രദ്ധ പല കഷ്ണങ്ങൾ 40-50 കഷ്ണങ്ങളായിട്ട് സൂട്ട് കേസിലാക്കി ആ ശരീരത്തിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതായിട്ട് നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. മറുവശത്ത് ഇതൊരു സംഘത്തിന്റെ സംഘീ പ്രൊപ്പഗൻഡയാണ്. ഇത് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗലുകാരും RSSകാരും മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ഒരു അപവാദ പ്രചരണം നടത്തുകയാണ് എന്ന് പറയുന്ന വേറൊരു മറുഭാഗത്ത് ഇങ്ങനെ ഒരു ആരോപണമാണ്. അപ്പൊ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ലവ് ജിഹാദ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു ടെർമിനോളജി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അത് ജിഹാദുമായിട്ട് നമ്മൾ ചേർത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പേഴ്സണലി ഞാൻ ഏകദേശം 2007 മുതൽ 2024 വരെ 400-ലധികം പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് കൗൺസിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാഴ്ചയിൽ 1-2 കേസുകൾ എല്ലാ ആഴ്ചകളിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റതൊക്കെ നമ്മൾ എല്ലാവരും വായിക്കുന്നതും കാണുന്നതുമാണ്. അപ്പൊ ഈ ലവ് ജിഹാദ് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് എന്താണ് ഈ ലവ് ജിഹാദ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അനുഭവത്തിൽ വന്ന കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറയാം. ഇങ്ങനെ ലേഡീസ് ട്രാപ്പായിട്ട് വന്നതും വരാത്തതുമായിട്ടുള്ള സംഭവങ്ങൾ. മൂന്നാമത് ഇത് എങ്ങനെയാണ് ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യപ്പെടുന്നത്? കാരണം 400 കേസുകൾ ഞാൻ ട്രാക്ക് ചെയ്തതിൽ, ഞാൻ ഹാൻഡിൽ ചെയ്തതിന്റെ വെളിച്ചത്തിൽ, ആ അനുഭവത്തിൽ ഈ പല രീതിയിലാണ് ഇതിന്റെ മോഡസ് അപ്രാൻഡി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ലേഡീസിനെ, കുട്ടികളെ, ഇൻക്ലൂഡിങ് വിവാഹിതരായ ലേഡീസിനെ ട്രാപ്പ് ചെയ്യുന്നത്? ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരാണ്? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ മക്കളെ, ഡോട്ടേഴ്സിനെയും നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ സ്ത്രീകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക? ഈ ദൃഷ്ടിയിലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലവും ഉണ്ട്, ലവ് അല്ലാതെയും കുട്ടികളെ മതം മാറ്റുന്നുണ്ട്. ആദ്യത്തെ ശ്രമം ലവ് അല്ലാതെ തന്നെയാണ് മതം മാറ്റാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലാണ് ലവ് വരുന്നത്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം അഭിനയിച്ചിട്ട് ആ കുട്ടികളെ ചൂഷണം ചെയ്യുക, കുട്ടികളെ ട്രാപ്പ് ചെയ്യുക. അപ്പൊ ഇതിന്റെ എന്താ പറയുക, ഇതിന് പല രീതികളിലാണ് നമ്മുടെ കുട്ടികളെ ഇവർ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, എനിക്ക് തർക്കമില്ല. കാരണം എല്ലാ രീതിയിലും ഉള്ള പ്രൊപ്പഗാൻഡ വഴിയും അല്ലാതെ പേഴ്സണലായിട്ടും ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പെൺകുട്ടികളെയും ഹിന്ദു പുരുഷന്മാരെയും മതം മാറ്റാൻ വേണ്ടി, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ ഹിന്ദു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മതം മാറ്റാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു 8-10 വർഷം മുമ്പ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ 4 വിദ്യാർത്ഥികൾ മതം മാറി. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ ആ കേസിൽ ഇടപെട്ടതിൽ അതിൽ മൂന്ന് ആൺകുട്ടികൾ തിരിച്ചു വന്നു. 4 ആൺകുട്ടികളായിരുന്നു. 3 ആൺകുട്ടികൾ തിരിച്ചു വന്നു. ഒരു കുട്ടി വന്നില്ല, അയാൾ സംസാരിക്കാൻ വന്നില്ല. മറ്റു 3 പേര് തിരിച്ചു വന്നു. ആ കേസ് ഇടപെട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഫസ്റ്റ് ഇയറിലെ ഒരു പ്രൊഫസറായിരുന്നു. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ആ പ്രൊഫസറായിരുന്നു കുട്ടികൾക്ക് ഹോസ്റ്റലില് റൂംസ് അലോട്ട് ചെയ്യാനുള്ള ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവരെ കൗൺസിൽ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുകയായിരുന്നു. 3 കുട്ടികൾ തിരിച്ചു വന്നു. അവരിപ്പോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും കൂടി ചെയ്യുകയാണ്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ വന്നത് കേരള സ്റ്റോറി എന്നുള്ളൊരു സിനിമയാണ്. അപ്പോ ഇതിൽ കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തു. കാരണം വലിയ രീതിയിൽ ഇതൊരു ബോധവൽക്കരണം വേണം, ഒരു അവയർനെസ് വേണം ഹിന്ദു സമാജത്തിൽ. കാരണം ഇത് സംഘീ പ്രൊപ്പഗാൻഡ ആണ് എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. ഇപ്പൊ ഏകദേശം 2007 മുതലാണെങ്കിൽ 17 വർഷം കഴിഞ്ഞിട്ടും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം ഇത് ഞങ്ങള് വെറുതെ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഹിന്ദു സമൂഹം അധികം. അതാണ് വീണ്ടും ഈ ഒരു വിപത്ത് തുടരാനുള്ള കാരണം. അപ്പോ പരമാവധി ആൾക്കാരിൽ ഇത് എത്തിക്കാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങൾ വഴി നമ്മൾ ഈ ഒരു സാമൂഹിക വിപത്തിനെ പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
അതിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി തന്നെ എടുക്കപ്പെട്ടത്. ഏകദേശം ആ കുട്ടികളെ മതം മാറ്റുന്നതൊക്കെ ആക്ച്വലായിട്ട് നടന്നത് തന്നെയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് നടക്കുന്നു, ഇതിന്റെ ഉദ്ദേശം എന്താണ്, ഇത് എപ്പോഴും മുതലാണ് ഇത് ആരംഭിച്ചത്? 2007 മുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കാറുണ്ട്. ഇസ്ലാമിനെ പറ്റി പഠിച്ചതിൽ മുഹമ്മദിന്റെ കാലം മുതൽ അവർക്ക് നമ്പർ 1 ടാർഗറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. അന്ന് ബലാത്കാരമായിട്ട് സ്ത്രീകളെ കൊണ്ടുപോകുമായിരുന്നു, കുട്ടികളെ കൊണ്ടുപോകുമായിരുന്നു. കാരണം ഇവരുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി അടിമ സ്ത്രീകളായിട്ടും അല്ലാതെയും മതം മാറ്റിയും സ്ത്രീകളെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഒരു ജൂത സ്ത്രീ അവരുടെ ഭർത്താവിനെ കൊന്ന്, അവരുടെ മുമ്പ് വെച്ച് തന്നെ കൊന്ന്, ആ ദിവസം തന്നെ മുഹമ്മദ് അവരെ വിവാഹം കഴിച്ച് ആ വിവാഹം കൺസ്യൂമേറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇത് ആരംഭിച്ചതാണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത്. മറ്റേ മതസ്ഥരായ സ്ത്രീകളിൽ ഇവർക്ക് ഒരു നോട്ടമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. 2, ഇവരുടെ വേറെ ഒരു സ്വർഗ സങ്കല്പമുണ്ട്. സ്വർഗ സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും ശാരീരിക സുഖം അടങ്ങുന്ന ഒരു സങ്കല്പമാണ്. കേവലം ഭോഗമാണ് അവിടെയും, ഒരു ഭോഗ സങ്കല്പമാണ് അവിടെയും. കാരണം അവിടെ 72 ഹൂരിമാരാണ് അവർ പറയുന്നത്. അത് അവർക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാഫിർ സ്ത്രീകളെ അവരുടെ വശത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ 72 ഹൂരിമാരെ കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ്, അന്ധവിശ്വാസമാണ് നിരവധി ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരെ ഇത്തരം ദുഷ്കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്നത്. കാരണം അവരുടെ സ്ക്രിപ്ചർ തന്നെ ഇതിനെ സാങ്ഷൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവർക്ക് അതിൽ പുണ്യം ലഭിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോ ഒന്ന്, ഈ ഇഹലോകത്ത് അവർക്ക് സുഖം, ഇത് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് ഈ ഭോഗമാണ്. അപ്പൊ തികച്ചും ഒരു ഭോഗ സങ്കല്പം അടങ്ങുന്ന ഒരു പ്രത്യശാസ്ത്രമാണ് ഇസ്ലാം. അത് തന്നെയാണ് ഇവരെ തീവ്രവാദത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതും അതുപോലെ ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇതിൽ നിന്നും പ്രേരണ ലഭിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവരെ മതം മാറ്റുന്ന ആൾക്കാർ സംസാരിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ കിട്ടിയത്. കാരണം മതം മാറ്റിയ ആൾക്കാര് മറ്റേ കുട്ടികളെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്. കാരണം അവർക്ക് സ്വർഗം ലഭിക്കും എന്ന് ഹിന്ദു ആൺകുട്ടികൾ തന്നെ പറയാണ്. ഹിന്ദു ആൺകുട്ടികൾ മതം മാറിയിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് മതം മാറിയിട്ട് ഹിന്ദു പെൺകുട്ടികളെ ജിഹാദില് അവർ ഇരകളാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ചതിലാണ് ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇത് ആരംഭിച്ചത് ഇപ്പോഴൊന്നുമല്ല, ഇത് 1400 വർഷം മുമ്പ് ഇത് വേറെ രീതിയിലാണ്. ഇതിന്റെ രീതികൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ബലാത്കാരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അവർ ബലാത്കാരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും അധികം ഹിന്ദു പെൺകുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഞാൻ എറണാകുളം പോയപ്പോഴത്തേക്ക്, അന്ന് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, എറണാകുളത്ത് ഈ കുട്ടിയെ ബലാത്കാരമായിട്ട് നമ്മുടെ പ്രവർത്തകർ പിടിച്ചു കൊണ്ടുവരികയായിരുന്നു. കാസർഗോഡ് നിന്നും ഒരു ടാറ്റ സ്യൂമോയിൽ ആ കുട്ടി മുഴുവൻ ബുർക്കയിട്ട് വലിയ രീതിയിൽ അച്ഛനും അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാക്കി കോടതിയിൽ ചെന്ന് പറഞ്ഞു ഞാൻ മേജറെ. ആ കുട്ടി 23 വയസ്സായിരുന്നു. ഒരു സ്കൂളില് ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. ആ സ്കൂളിൽ തന്നെ സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരു മുസ്ലിം 42 വയസ്സുകാരൻ, അവൻ വിവാഹിതനാണ്, ഒരു പെൺകുട്ടിയുണ്ട്. അയാളുമായിട്ട് ഈ കുട്ടിക്ക് പ്രണയത്തിലായി. അയാളുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധം വെച്ചു. അയാൾ പറഞ്ഞിട്ട് ഈ കുട്ടി മതം മാറി മുഗദാറിൽ പോയിട്ട് മതം മാറുകയുണ്ടായി. മതം മാറിയിട്ട് പൂർണ്ണമായിട്ടും ഒരു മുസ്ലിമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രവർത്തകരെ ബലാത്കാരമായിട്ട് ആ കുട്ടിയെ അവിടുന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നു. ആ കുട്ടി ബഹളം വെച്ചപ്പോഴത്തേക്ക് ആ ടാറ്റ സുമോയുടെ നിലത്തിലിട്ട് ചവിട്ടി പിടിച്ചാണ് 8 മണിക്കൂർ വണ്ടി ഓടിച്ച് എറണാകുളത്ത് വരുന്നത്. അപ്പൊ ഭയങ്കര വയലന്റ് ആയിരുന്നു ആ കുട്ടി. 3 ദിവസം കൗൺസിൽ ചെയ്തു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഒരു ജ്യേഷ്ഠനുണ്ട്. കുടുംബം എന്ന് പറയുന്നത് വലിയ തർക്കമാണ്. അമ്മയ്ക്കും അച്ഛനും എപ്പോഴും തമ്മിൽ തർക്കമാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷാണ്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നതും സെൽഫിഷാണ്. അയാൾക്ക് അയാളുടെ അനുജത്തിയെ രക്ഷിക്കണമെന്നില്ല, അയാൾക്ക് പെണ്ണ് കിട്ടുമോ എന്നുള്ളൊരു വേവലാതിയായിരുന്നു ജ്യേഷ്ഠൻ അയാളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക്. കാരണം നമ്മൾ ഏത് വിക്ടിം വന്നു കഴിഞ്ഞാലും മുഴുവൻ ഫാമിലിയായിട്ട് സംസാരിക്കും. ബിക്കോസ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കുടുംബത്തിലായിരിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് റീസൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ തിരിച്ച് കൗൺസിൽ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സംസാരിച്ചതിലാണ് ഈ കുട്ടി തന്നെ പറയുന്നു, അച്ഛൻ അമ്മ കൊച്ചിലെ മുതൽ ഈ അച്ഛൻ അമ്മ തമ്മിലുള്ള തർക്കങ്ങൾ, വിഷമങ്ങൾ,
ജ്യേഷ്ഠന്റെ ഒരു ഡിറ്റാച്ച്മെന്റ്, ഇത്തരം കാര്യങ്ങൾ ഈ കുട്ടിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. തിരിച്ചു വന്നു. ഇന്ന് ഒരു പക്ഷേ ഏറ്റവും അധികം ഹിന്ദു പെൺകുട്ടികളെ രക്ഷിക്കുന്നത് മുഴുവൻ സമയം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാണ് ആർഷ വിദ്യാ സമാജം എന്ന് പറയുന്ന ഇന്ന് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ മെയിൻ ഒരു പ്രവർത്തകയായിട്ട് ആ കുട്ടി വർക്ക് ചെയ്യാണ്. ആ കുട്ടി ഫുള്ളായിട്ട് ആ കുട്ടിയുടെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ഭട്ട് പിന്നെ കൗൺസിൽ ചെയ്തതിന്റെ ഒരു അനുഭവം, കാരണം 3 ദിവസം ആദ്യമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അസഭ്യം പറഞ്ഞെങ്കിലും അവസാനം ആ കുട്ടിക്ക് മനസ്സിലായി, തിരിച്ചു വന്നിട്ട് പൂർണ്ണമായിട്ടും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഇത് മുഴുവൻ സമയം ഇതിനു വേണ്ടി പ്രവർത്തിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കുട്ടി പ്രവർത്തിക്കാൻ. പിന്നെ ഈ ആർമിയിലും അതുപോലുള്ള ITBT, NSG വർക്ക് ചെയ്യുന്ന ഫാമിലീസിലെ പെൺകുട്ടികളെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. 3-4 സംഭവങ്ങൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന്, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കോഴിക്കോടുള്ള ഒരു കുട്ടി, എയർ ഇന്ത്യയിൽ എയർ ഹോസ്റ്റസ് ആയിരുന്നു. ആ കുട്ടിയുടെ ജ്യേഷ്ഠങ്ങൾ ITBPയിലെ കമാൻഡോ ആയിരുന്നു. ഈ കുട്ടി തിരിച്ചു വന്നില്ല, കാരണം ആ കുട്ടി അങ്ങനത്തെ ഒരു ട്രാപ്പിലായിരുന്നു. നിരവധി ആ കുട്ടിയെ പറ്റിയുള്ള വീഡിയോസും മറ്റുമൊക്കെ എടുത്തത് ആ കുട്ടി ഹോസ്പിറ്റാലിറ്റി പഠിക്കുന്ന സമയത്ത് ഈ പയ്യൻ ഹിന്ദു ആണെന്ന് ഭാവിച്ച് ആ കുട്ടിയെ ട്രാപ്പ് ചെയ്ത് ആ കുട്ടിയായിട്ട് പല ഇന്റിമേറ്റ് മൊമെന്റ്സ് റെക്കോർഡ് ചെയ്തിരുന്നു. ആ കുട്ടി തിരിച്ചു വരണം എന്നുണ്ടായിരുന്നു. വിഷമിച്ച് എന്നോട് പറഞ്ഞു, ഇനി സാർ എനിക്ക് വരാൻ പറ്റത്തില്ല, എന്റെ ആ നശിപ്പിച്ച ആ കടവ് റിസോർട്ടിലെ ജീവിതം എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല, എന്റെ വിധി ഇതാണെന്ന് പറഞ്ഞ കരഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതാണ്. ആ സഹോദരനും കരഞ്ഞു, കാരണം അയാൾക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്തില്ല ആ കുട്ടി. അപ്പോ അമ്മ എന്നെ വന്നിരുന്നു കാണാൻ വേണ്ടി. ആ സമയത്ത് ഇവര് നമ്മളോടൊന്നും പറയാതെ ഈ ചാനൽ വഴി ഇവര് കോടതിയിൽ അപ്രോച്ച് ചെയ്തിരുന്നു, കാസർഗോഡ്. ആ കോടതിയിൽ വെച്ച് ഈ കുട്ടി പറഞ്ഞു, ഞാൻ വിവാഹിതയാണ്, ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തു. പക്ഷെ ഇപ്പൊ യൂഷ്വലി ഇത്തരം കേസുകൾ കോടതിയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഈ വിക്ടിംസിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും 1-2 ആൾക്കാർ മാത്രമാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു ലോക്കൽ വക്കീലെ വെച്ചാണ് പോകുന്നത്. പക്ഷെ മറ്റവര് വളരെ സംഘടിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 10-15 വക്കീലന്മാരാണ് വരുന്നത്. മറ്റേ മുസ്ലിം സ്ത്രീകൾ വരും, 10-15 സ്ത്രീകൾ വരും. മുഴുവൻ ബുക്കായിട്ട് ഈ വിക്ടിമിനെ മുഴുവൻ കവർ ചെയ്തിട്ടാണ് അവർ കോടതി കൊണ്ടുവരുന്നത്. ആ കുട്ടിയെടുത്ത് നമുക്ക് ആ വിക്ടിമായിട്ട് ഇരയായിട്ട് നമുക്ക് സംസാരിക്കാൻ പോലുള്ള ഒരു അവസരം ലഭിക്കാറില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സംസാരിക്കും, അവിടെ വെച്ചിട്ട് കോടതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവർ എതിർക്കും, നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യാണ്, ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കും. പക്ഷെ എന്നാലും അതൊന്നും നമ്മൾ കണക്കാക്കാതെ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. കാരണം നമുക്ക് ആ കുട്ടിയെടുത്ത് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ, ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. കാരണം ബ്രെയിൻ വാഷ്ഡ് ആണ് അവര്. ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത് അച്ഛൻ അമ്മയ്ക്കെതിരെയാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. ചില സന്ദർഭങ്ങൾ, അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കുട്ടി അച്ഛനെതിരെ ലൈംഗികമായിട്ടുള്ള ആരോപണം വരെ ഉന്നയിക്കാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത്തരം നിഗൂഢമായിട്ടുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് ഈ കുട്ടികളിൽ നടക്കുന്നത്. സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ സ്വന്തം അമ്മാവനെയോ വലിയച്ഛനെയോ ചെറിയച്ഛനെയോ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയന്ന് പിന്നെ അവര് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. കാരണം അവര് ടെററൈസ്ഡ് ആണ്, മെന്റലി ടെററൈസ്ഡ് ആണ്. അതുകൊണ്ട് അവര് പിന്നെ പോണെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ലാതെ നമുക്ക് ജീവിക്കാം. പിന്നെ ആ ഫാമിലിയിൽ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ ഒതുങ്ങി മാറിപ്പോവും. ഇത്തരം കാര്യങ്ങളാണ്, ഈ വളരെ നീചമായിട്ടുള്ള തന്ത്രങ്ങളാണ് ഇവര് പ്രയോഗിക്കുന്നത്. അമ്മയ്ക്ക് ആ കുട്ടിയെ കാണാൻ സാധിക്കും, കാരണം അമ്മയ്ക്ക് ആ കുട്ടിയെ കാണാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. ലെറ്റ് ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ദിസ് ഫർദർ ആൻഡ് സബ്മിറ്റ് എ റിപ്പോർട്ട് പറഞ്ഞ അവസാനം ഒരു ലൈൻ ആ ലോക്കൽ കോർട്ടിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പോലീസിന്, ഞാൻ DGP അന്ന് ഡോക്ടർ സെൻകുമാർ സാറായിരുന്നു, അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ച് നമുക്ക് അനുകൂലമായിരുന്നു DGP സർവീസിലുള്ളപ്പോൾ തന്നെ. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പറഞ്ഞു. ഈ സ്ത്രീ അവിടെ പോയി. അദ്ദേഹം അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിലായിരുന്നു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ സ്ത്രീ വെയിറ്റ് ചെയ്യാൻ തയ്യാറില്ല. ആ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞ, അയാൾക്ക് ഭയങ്കര ബിസിയാണ്, അയാൾക്ക് 1 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യാൻ പറയാണ്. എനിക്ക് 1 മണിക്കൂർ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ മകളെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം. പറഞ്ഞു, ഇനി നിങ്ങൾ ഈ വിശ്വ പരിഷത്തുകാർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതുപോലും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഈ സംഘടനയെ വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്? എന്നെ കുറെ അസഭ്യം പറഞ്ഞിട്ട് ആ സ്ത്രീ പോയി. ഇപ്പൊ വന്ന് പറയുകയാണ്, ആ സ്ത്രീ പിന്നെ മകളെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി, സിറിയയിൽ കൊണ്ടുപോയി, ആ കുട്ടി ഒന്ന് പ്രസവിച്ചു. ഇപ്പോഴും ആ സ്ത്രീ പറയുന്നത്, ഞാൻ എന്റെ മകളെയും മരുമകൻ തന്നെയാണ് പറയുന്നത്,
അയാൾ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു, അയാളെ കൺവേർട്ട് ചെയ്തു. ആ ക്രിസ്ത്യനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ കുട്ടിയായിട്ട് വിവാഹം കഴിപ്പിക്കുന്നത്. ഈ കുട്ടി വന്നിട്ട് ആദ്യം പ്രണയിക്കുന്നത് വേറൊരു മുസ്ലിമിനാണ്. ഒരു മുസ്ലിമിനെ പ്രണയിച്ചിട്ട് ആ മുസ്ലിമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അയാൾ പറയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അയാളെ പറഞ്ഞത് പ്രകാരമാണ് ഈ കുട്ടി മതം മാറുന്നത്. മതം മാറിയ ശേഷം അയാൾ പറയുകയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനാവത്തില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ്. ആ കുട്ടി തകർന്നു പോവുകയാണ്. ആ കുട്ടി തകർന്നു പോയ ആ കുട്ടിയെ വേറൊരു മുസ്ലിം കുട്ടി വന്നിട്ട് വേറൊരു കൺവേർട്ടഡ് മുസ്ലിം, അതായത് ഒരു ക്രിസ്ത്യൻ പയ്യൻ, അവനെ കൺവേർട്ട് ചെയ്ത് അവനെ ടെററിസ്റ്റ് ആക്കി. അവൻ ടെററിസ്റ്റ് ട്രെയിനിങ് എടുത്തിരുന്നു. അവനുമായിട്ട് വിവാഹം കഴിപ്പിച്ചിട്ടാണ് ഈ കുട്ടി അയക്കുന്നത്. കാരണം എന്ത് മാത്രം അവർക്ക് നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് സാധിക്കുന്നുണ്ട്. അപ്പൊ വിവാഹം, അവരെ പ്രണയിച്ച പയ്യൻ ഉപേക്ഷിക്കുകയാണ്. 2 ദിവസം മുമ്പേ വേറൊരു പയ്യനെ പരിചയപ്പെടുത്തുകയാണ്. നിന്നെ ഉപേക്ഷിച്ചതിന് വേണ്ടി നിന്റെ കാമുകനായിട്ട് നീ പകരം വീട്ടണമെന്ന് പറഞ്ഞ് ഈ വേറൊരു ട്രാപ്പിലേക്ക് ആ കുട്ടിയെ വിടുകയാണ്. അവനുമായിട്ട് ആ കുട്ടിയെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുകയാണ്, സിറിയയിലേക്ക് അയക്കുകയാണ്. അപ്പൊ ഇത്രമാത്രം ഗള്ളിബിളാണ് നമ്മുടെ പെൺകുട്ടികൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതാണ് പ്രധാനം. ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം സെക്യുലർ എൻവയോൺമെന്റിലാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. ഏറ്റവും അധികം സംഘപരിവാറിനെതിരെ ആ കുട്ടികളുടെ മനസ്സിൽ പ്രിജഡിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടികളുടെ മനസ്സിൽ ഒരു മുൻവിധി സൃഷ്ടിച്ചിട്ടുണ്ട് വീടുകളിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ തയ്യാറല്ല, കേൾക്കാൻ പോലും തയ്യാറല്ല. അവർക്ക് ഒരു ക്ഷമയില്ല. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ അസഭ്യം പറയും. പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കാറില്ല. എന്നിട്ട് നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് നിരവധി കുട്ടികളെ കൊണ്ടുവന്നു. പിന്നെ ഇത് എങ്ങനെയാണ് ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൽ 6 സ്റ്റെപ്പാണ്. ഞാൻ ഒരു 400-500 കേസസ് ഹാൻഡിൽ ചെയ്തതിൽ 400 തിരിച്ചു വന്നെങ്കിലും ഒരു 100 കേസെങ്കിലും തിരിച്ചു വരാതെ പോയിട്ടുണ്ട്. അതിൽ 6 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, അവരെ ക്ലിയർ കട്ടായിട്ട് അവരുടെ പ്രേ, ആ ഇരകളെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസമാണ്. ഇതിലൊരു പാറ്റേൺ എന്ന് പറയുന്നത്, ഒന്ന്, കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ട്. പെൺകുട്ടികളുടെ അടുത്ത് പറയാം അച്ഛൻ എന്നെ നോക്കുന്നില്ല, അച്ഛനും അമ്മയും പ്രശ്നമാണെന്ന് ആ കുട്ടി ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കുട്ടികൾ അറിയാതെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത്തരം ഇൻഫർമേഷൻസ് പുറത്തുവിടുകയാണ്. 2, ഇവര് മൊബൈൽ റീചാർജും അതുപോലുള്ള ഫീമെയിൽ, അതായത് വിമൻസ് ടൈലറിങ്, ലേഡീസിന്റെ ടൈലറിങ്, നമ്മുടെ ഈ കമ്മല് ഇതൊക്കെ വിൽക്കുന്ന ഷോപ്സ്, അതിന് എന്തു പറയും അറിയില്ല, അത്തരം ഫാൻസി സ്റ്റോഴ്സ്, ആ ഫാൻസി സ്റ്റോഴ്സ് ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് ഓൾമോസ്റ്റ് ഈ മുസ്ലിംസിന്റെ മൊണോപ്പൊളിയാണ്. പിന്നെ ജ്യൂസ് ഐസ്ക്രീം പാർലേഴ്സ്, ഇത് കേരളത്തിലെ സ്ഥിതി പറയാണ്, ഓൾമോസ്റ്റ് മുസ്ലിം മൊണോപ്പൊളിയാണ് ഈ ബിസിനസ്. അവിടെ പോകുമ്പോഴത്തേക്ക് കുട്ടികള് കോളേജില്, പ്രൊഫഷണൽ കോളേജുകളിലോ പഠിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും പോവാതെ ഇവരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈ പെൺകുട്ടികളായിട്ട് സഹായിക്കും മുസ്ലിംസ് പൊതുവെ മുസ്ലിം സ്ത്രീകളല്ലാത്ത സ്ത്രീകളെ സഹായിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് കൊച്ചിലെ മുതൽ ആ ഒരു ശീലം വളർത്തിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ഇടപഴകും. അപ്പോ നിരവധി കുട്ടികള് ഇവര് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇവർക്ക് റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീചാർജ് ചെയ്തു, പിന്നെ പോകുന്ന വഴിക്ക് അവർക്ക് പൈസ കൊടുക്കും. ഒന്ന്, ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ മറ്റവർക്ക് കിട്ടുകയാണ്. 2, ഈ സംസാരിക്കുന്ന രീതിയിൽ ആ കുട്ടികൾ അറിയാതെ കുറച്ച് വീട്ടിലെ സാഹചര്യങ്ങളോ ആ കുട്ടിയുടെ വിഷമങ്ങളോ അറിയാതെ കുറച്ച് കാര്യമെങ്കിലും ഇവരുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. മൂന്നാമതെന്ന് പറയുന്നത്, ഈ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, ഈ കുട്ടികളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ ഇരകളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, സെക്കൻഡ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് കോൺടാക്ട്, മൂന്നാമത് ആ കുട്ടികളുടെ മനസ്സിൽ നല്ലൊരു ഇംപ്രഷൻ സൃഷ്ടിക്കുക. ഇവൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ആരാണോ ഈ കുട്ടിയെ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവനെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊടുക്കുക. നാലാമത് ആ കുട്ടികൾക്ക് സേവ അല്ലെങ്കിൽ സഹായം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് രീതിയിൽ. അഞ്ചാമത്തതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അവിടെ വരുന്നത് കോൺവെർസേഷൻ ഹിപ്നോസിസ് ആണ്. അതായത് ഇമോഷണൽ അപ്രോച്ചാണ്. ആ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ കുട്ടികൾ ഒന്നില് വീട്ടിലെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റിയോ ആ കുട്ടികളുടെ
സൗന്ദര്യത്തിനെ പറ്റിയോ കാര്യങ്ങൾ ഇവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ ആ കുട്ടികൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആവുകയാണ്. അത് കഴിഞ്ഞാൽ ഇവർക്ക് വരുന്നത് പിന്നെ ഇത് എന്റർടൈൻമെന്റിൽ സെക്കൻഡ് സ്റ്റേജ് ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. അത് വളരെ ക്ലോസ് ആയിട്ട്, അതായത് ഒരു അല്പം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ്. ആ ഫിസിക്കൽ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് സ്റ്റേജില് ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് ഈ പെൺകുട്ടിയുടെയും ആ പയ്യന്റെ വീട്ടുകാര് ഇവരെ ഒളിച്ചു പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും കാണുന്ന രീതിയിൽ, മിക്കവാറും ആരാണോ ഇത് പ്ലാൻ ചെയ്യുന്നത് സ്ക്രിപ്റ്റ്, അവര് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടില്, പെൺകുട്ടിയുടെ അച്ഛനമ്മയുടെ അടുത്തല്ല പറയുന്നത്, അമ്മാവനെടുത്തോ മാമിയെടുത്തോ. കാരണം ഈ ഫാമിലിയിൽ ഈ അസൂയ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരടുത്ത് പറയും, നിങ്ങളുടെ പിന്നെ ജ്യേഷ്ഠന്റെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകളും ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, ബൈക്കിലും മറ്റുമൊക്കെ കറങ്ങി നടക്കുകയാണ്, ഞങ്ങൾ കണ്ടു. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതിനെ പിടിക്കാൻ വേണ്ടി നടക്കും. അപ്പൊ അവര് വലിയ രീതിയിൽ ഒരു പോലീസിന്റെ സ്വഭാവം എടുത്തുകൊണ്ട് ഇവർ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നടക്കും. അപ്പൊ ഇവൻ പറയും, അയ്യോ എന്റെ വീട്ടിൽ ഇത് അറിയൂല, നിന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അറിയുമല്ലോ. അപ്പോഴേക്ക് ഈ വീട്ടുകാർ അറിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇവരെന്ത് ചെയ്യും, ആ പയ്യന്റെ അച്ഛനമ്മ എടുത്ത് പറയും. അപ്പോഴത്തേക്ക് ഈ പയ്യൻ അതിനു മുമ്പ് ഈ കുട്ടിയെടുത്ത് പറയും, എന്റെ അച്ഛനമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഊര് വിലക്ക്. കാരണം ഞങ്ങളുടെ ഇസ്ലാമില് ഇസ്ലാം അല്ലാത്ത മുസ്ലിം അല്ലാത്ത പെൺകുട്ടികളായിട്ട് ഞങ്ങൾക്ക് വിവാഹം അല്ലെങ്കിൽ പ്രണയം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളെ ഊര് വിലക്കും, ഞങ്ങൾ എന്ത് ചെയ്യും, എന്റെ അച്ഛനമ്മയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ, അവർ കഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടാണ് ഫിസിക്കലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ അവർ എവിഡൻസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ നമ്മുടെ പെൺകുട്ടികൾ അറിയാത്ത രീതിയിൽ ഇവർ എവിഡൻസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഭയം, കുറ്റബോധം, ഞാൻ കാരണം അവന് വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. 42 വയസ്സുകാരൻ, അവന് ഭാര്യയുണ്ട് മകളുമുണ്ട്, ഞാൻ കാരണം അവന്റെ ഭാര്യ അവന് ഡൗട്ട് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞത്. അനാവശ്യമായിട്ട് അവന്റെ ഭാര്യയുടെ സംശയത്തിന് ഏറെയായി ഞാൻ കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ സംശയത്തിന് ഏറെയായോ, അവൻ ചെയ്ത കാര്യം ഭാര്യയെ പിടിച്ചതാണോ? സംശയമല്ലല്ലോ, ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ സംശയത്തിന് ഒരു സ്കോപ്പേ ഇല്ലല്ലോ. കാരണം ഇത് നിങ്ങൾ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞല്ലോ. പിന്നെ ആ സ്ത്രീക്ക് സംശയം വന്നാൽ എന്തായിരിക്കും? പിന്നെ നാളെ മോൾക്ക് ഇവൻ മോളുമായിട്ട് വിവാഹം കഴിച്ചിട്ട് വേറൊരു സ്ത്രീയായിട്ട് ഇവൻ ഇതുപോലുള്ള ഒരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ മോള് സംശയിക്കുന്നതാണോ, മോളുടെ ഭാഗത്താണോ തെറ്റ്, അവന്റെ ഭാഗത്താണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് കുട്ടി അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കാരണം വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കോൺവെർസേഷൻ ഹിപ്നോസിസ് ആണ് പറയുന്നത്. നമ്മളുടെ ബ്രെയിൻ ഒരു ഡയറക്ഷനിൽ മാത്രം വർക്ക് ചെയ്യിപ്പിക്കും. അതാണ് ആ രീതിയിൽ സംസാരിക്കുന്നതിന്റെ ഒരു സാമർത്ഥ്യമാണത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് അത്തരം ചെയ്യിപ്പിച്ചിട്ട് ആ കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാനുള്ള ഒരു മാറ്റർ ഇവർ തയ്യാറാക്കിയിട്ടാണ് മതം മാറുന്നത്. അപ്പോൾ ഇതില് മതം മാറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഭയമാണ്. ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് ഭയമാണ്. ആ ഭയം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഫിയർ ആണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, എന്നെ ഡിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, എനിക്ക് ഭയങ്കരമാണ്, എന്നെ നീ വഞ്ചിക്കത്തില്ലല്ലോ, എന്നെ നീ പറ്റിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ ആദ്യം മുതൽ ഒരു 100 തവണയെങ്കിലും ഈ ആ കുട്ടിയുടെ അടുത്ത് ഉറപ്പ് പിടിക്കും, ഞാൻ വഞ്ചിക്കത്തില്ല. എന്നിട്ട് ആ കുട്ടികൾക്ക് പിന്നെ വഞ്ചിക്കാം. ആ കുട്ടിക്ക് മനസ്സിലാവും ഇവൻ വലിയ എന്താ പറയാ നാടകം കളിക്കുകയാണ്, ഇവൻ പറ്റുകയാണ്. പക്ഷെ ഈ കുട്ടി കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ കമ്മിറ്റ്മെന്റിൽ നിന്ന് പിന്മാറുന്നതിന് ഒരു കുറ്റബോധമുണ്ട് കുട്ടികൾ. അതുകൊണ്ടാണ് ഈ കുട്ടികൾ വീണ്ടും തുടരുന്നത്. ആ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത കേസുകൾ ഞാൻ പറഞ്ഞല്ലോ. ഈ എയർ ഇന്ത്യയില് എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്ത കുട്ടി പറഞ്ഞു. കാരണം ആ കുട്ടിക്ക് കുറ്റബോധമാണ്. കാരണം ഒരു 100 തവണയെങ്കിലും ആ കുട്ടിയെടുത്ത് ഇവൻ ഒരു അഷുറൻസ് മേടിച്ചിട്ടുണ്ട്, ഒരു കൺഫർമേഷൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ പിന്മാറത്തില്ല, എന്ത് വന്നാലും ഞാൻ പിന്മാറത്തില്ല. ഇത് ബ്ലാങ്കറ്റ് ആയിട്ട് ഈ കുട്ടികൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇത് കൂടാതെ ബ്ലാക്ക്മെയിൽ ഉണ്ടാവും. ഇത് നീ മാറിക്കഴിഞ്ഞാൽ എനിക്ക് നിനക്കെതിരെ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കൊലപാതകത്തിൽ അവസാനിച്ച് അതിനു മുമ്പ് ഇവരെ പേഴ്സണലായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിൽ, ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തുവിടുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലെ കാര്യങ്ങൾ ഇവർ ടെസ്റ്റ് ഡോസ് കൊടുക്കും. അതിൽ തന്നെ ഈ കുട്ടികൾ ഭയന്ന് സറണ്ടർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ 6 സ്റ്റേജിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ 6 സ്റ്റേജ് ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രേയില് ദൗർഭാഗ്യവശാൽ ഹിന്ദു പെൺകുട്ടികളും ഹിന്ദു ആൺകുട്ടികൾ പോലും ഇതിന് കാരണക്കാരായിട്ടുണ്ട്. അവരറിയാതെ തന്നെ. ആ കുട്ടി പെന്തിക്കോസ് ആയിരുന്നു. ആ കുട്ടിയുടെ അമ്മ കൺവേർട്ട് ആയപ്പോഴത്തേക്ക് ഈ കുട്ടി കൺവേർട്ട് ചെയ്തു.
തിരിച്ച് ഞാൻ ഹിന്ദുവായിട്ട് കൊണ്ടുവന്നു. ആ വളരെ വളരെ സ്ട്രോങ് ഹിന്ദുത്വമായിട്ടാണ് കുട്ടി വർക്ക് ചെയ്യുന്നത്, അല്ല കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. ആ കുട്ടിയുടെ വിവാഹം കഴിച്ചത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്താണ്. അവരെ തന്നെ ബീഫ് കഴിപ്പിക്കാതെ അവരിൽ നിന്നും പിന്തിരിപ്പിച്ച് ഉണ്ട്. ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ കസിൻ ബയോടെക്നോളജി MSc ബയോടെക്നോളജിയിലെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ആ കുട്ടി ഇവിടുത്തെ ചാലയില് ഒരു ഇറച്ചി വെട്ടുകാരനുമായിട്ട് ഓടിപ്പോയി. അപ്പോ ആ ഓടിപ്പോയതിന്റെ ഏറ്റവും കൂടുതൽ അതിനെ പങ്കുവഹിച്ചത് ഈ കുട്ടിയുടെ ഒരു കസിൻ ബ്രദർ ആയിരുന്നു. ആ കസിൻ ബ്രദറിന്റെ ഫ്രണ്ട് ആയിരുന്നു ഈ പയ്യൻ. അപ്പോ ഇവൻ തന്നെയാണ് ഇവന്റെ കസിനെ പറ്റി ഇൻഫർമേഷൻ ഈ മുസ്ലിമിനെ കൊടുക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇവൻ ഇതിനെല്ലാം എൻകറേജ്മെന്റും കൊടുക്കുന്നുണ്ടായി. അവസാനം ആ കുട്ടി തിരിച്ചു വന്നു. ആ കുട്ടി ആദ്യം പോയി, പക്ഷെ ആ കുട്ടിയുടെ ബ്രദർ പറഞ്ഞു ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണ്ട, ഞാൻ ആ കുട്ടി US പിന്നെ റിസർച്ചിന് പോയെന്ന് പറഞ്ഞു ഞാൻ, കാരണം ഇല്ലെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ വേറൊരു ഹിന്ദുവിന് വിവാഹം കഴിപ്പിച്ച് സുഖമായിട്ട് കഴിയാം. പക്ഷെ ഇതിന്റെ കാരണം, ഈ കുട്ടി ട്രാപ്പിൽ വീഴാൻ കാരണം ആ കുട്ടിയുടെ സ്വന്തം കസിൻ തന്നെയാണ് ഇൻഫർമേഷൻസ് പുറത്തു വിടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ഹിന്ദു ഫ്രണ്ട്സ് ആണ് ഈ കുട്ടിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികള് മുസ്ലിം ആൺകുട്ടികൾക്ക് ഈ ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുകയാണ്. ഇത് കൂടാതെ ഈ മൊബൈൽ റീചാർജ് എവിടേക്കാണോ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്, അവിടെയൊക്കെ നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മുടെ ദൗർബല്യങ്ങള്, നമ്മുടെ സ്ട്രെങ്ത്സ്, വീക്ക്നെസ് എല്ലാം ഇവർക്ക് ജിഹാദ് കമ്മിറ്റികളുണ്ട്. ഓരോ ജില്ലയിലും ഇത്തരം കമ്മിറ്റികൾ ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. അത് സീക്രട്ട് ആണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ആരെയൊക്കെയാണ് ഇരകൾ ടാർഗറ്റ് ചെയ്തിട്ട് അവർ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇന്ത്യൻ ആൾക്കാർക്ക്. ക്യാമ്പസ് ഫ്രണ്ട് ഇതിനെ ഫസ്റ്റ് സ്റ്റേജ് ക്യാമ്പസ് ഫ്രണ്ടാണ്, പിന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വരുന്നത്. അപ്പൊ ക്യാമ്പസുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത്. അപ്പൊ ക്യാമ്പസ് ഫ്രണ്ടാണ് ആ കുട്ടികളെ പറ്റി ഇൻഫർമേഷൻ ഈ ജിഹാദ് കമ്മിറ്റികൾക്ക് കൊടുക്കുന്നത്. ജിഹാദ് കമ്മിറ്റി എന്ന പേര് നമ്മൾ കൊടുത്തതാണ്. കാരണം ഒരു 7 പേർ അടങ്ങുന്ന കമ്മിറ്റികളാണ് ഇവരെ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് ഈ കുട്ടികൾക്ക് ഇന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ഈ കുട്ടികളെ വീഴ്ത്തുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെ തന്നെയാണ്, അറിയാതെയും അറിഞ്ഞും ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് കോൺടാക്ട്. അതിന് നമ്മുടെ ആൾക്കാർ തന്നെയാണ് സഹായിക്കുന്നത്. ഇവനെ അപ്രോച്ച് ചെയ്താൽ മതി, ഇവനെ അപ്രോച്ച് ചെയ്താൽ മതി, ഇവനെ അപ്രോച്ച് ചെയ്താൽ മതി എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാം. ആ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഇവനടുത്ത് പറഞ്ഞാൽ മതി. നിനക്ക് വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ആ പയ്യനോട് പറഞ്ഞാൽ മതി, അവൻ മേടിച്ച് കൊണ്ടുതരും. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളടുത്ത് പറഞ്ഞാൽ മതി, നീ പുറത്തൊന്നും പോകണ്ട, ഇവൻ കൊണ്ടുവരും. ഫുഡ് വേണമെങ്കിൽ അവൻ കൊണ്ടുവരും. ഇത്തരം കാര്യങ്ങള്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സാധനം വല്ല അയച്ചാൽ കൊണ്ടുതരാൻ വേണ്ടി വരും. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത്. ആ കുട്ടികളെ പിന്നെ എന്താ പറയുക, ഇവൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഈ കേരള സ്റ്റോറിയിൽ കാണിക്കുന്ന പോലെയാണ്. ഇവൻ ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വരും, മറ്റവരെ കമന്റ് അടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക്, മറ്റവരെ ഈ കുട്ടിയെ പറ്റി മോശമായിട്ട് പറയുമ്പോഴത്തേക്ക് ഇവൻ അവിടെ വന്ന് വലിയ രക്തസാക്ഷിയാവുന്ന രീതിയിൽ വരും. അത് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് തുടങ്ങുന്നത് ആദ്യം കോഫി ഷോപ്പിൽ പോവുക, കോഫി കുടിക്കുക, ഐസ്ക്രീമിന് പോവുക, ജ്യൂസ് കഴിക്കുക. അത് കഴിഞ്ഞിട്ടാണ് സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കാണ് ഇവർ അല്പം ഫിസിക്കൽ ആവുന്നത്. പിന്നെ വീട്ടിൽ പറയാതെ ഒരു ദിവസം എക്സ്കർഷൻ എന്ന് പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്റ്റഡി ടൂറോ, അല്ലാന്നുണ്ടെങ്കിൽ ജോബ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് പിന്നെ ഷുവറായിട്ട് ഓൾമോസ്റ്റ് 90% കേസസിൽ അത് വന്നിട്ട് ഒരു ശാരീരികമായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോയി കാണണം. ഇത് ഞങ്ങൾ ഊഹിക്കുന്നതാണ്. കാരണം അത് വെച്ചുകൊണ്ടാണ് പിന്നെ കൗൺസിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇമോഷണൽ അപ്രോച്ച്. ആ കുട്ടിയെടുത്ത് നീ മാറത്തില്ലല്ലോ, അവൻ വിക്ടിം ആവുന്ന, ഈ കുട്ടിയെ വിക്ടിമൈസ് ചെയ്തുകൊണ്ട് അവര് വിക്ടിം ആവുന്ന പോലെ അഭിനയിച്ചിട്ട് നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിൽ ഇവര് മറ്റവനാണ് വിക്ടിം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കോൺവെർസേഷൻ ഹിപ്നോസിസ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞാണ് ഈ കോവേർഷൻ, കൺവേർഷൻ, അത് കഴിഞ്ഞാല് ഈവൻ മർഡറിൽ പോയി എത്തിക്കുന്നത്. ഈ കുട്ടികൾ അവസാനം വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി പിന്തിരിയുമ്പോഴത്തേക്ക് അവര് കൊല്ലുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊല്ലുന്നത് ഈ കുട്ടികളെ അതിക്രൂരമായിട്ട് കൊന്നു കഴിഞ്ഞാൽ, കാരണം ഇപ്പൊ ഏകദേശം ഒരു 100ഓളം സംഭവം ഇങ്ങനെ നടന്നു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ ഇത് വലിയ മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ. കാരണം എന്താ, ഞാൻ വാക്ക് കൊടുത്തു. ഇപ്പൊ ഈ നേഹയുടെ കേസിൽ ആദ്യം ആ അച്ഛൻ പറഞ്ഞത് എന്താ, അല്ലെ വാർത്തകൾ വന്നത് എന്താ, കർണാടകത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഇത് ആ കുട്ടി പ്രണയിച്ചു പിന്മാറി അതിന്റെ വൈരാഗ്യമാണ് തീർത്തത്. അപ്പൊ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു കുട്ടി ഒരുത്തനെ മനസ്സിലാക്കിയിട്ട്
ആ തീരുമാനത്തിൽ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വധിക്കാൻ അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് കൊല്ലാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതായിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാർ. അതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇത് വലിയ സമ്മർദ്ദമാണ് ഹിന്ദു പെൺകുട്ടികൾക്ക്. ഇതൊരു വലിയ കാരണമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? ഒരു എൻറ്റയർ എക്കോസിസ്റ്റം ഉണ്ട്. ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, വലിയ രീതിയിലുള്ള ഒരു ലോയറിന്റെ ഒരു ബാറ്ററി ഓഫ് ലോയേഴ്സ് അവർക്കുണ്ട്. ഓരോ കേസിലും 10-12 പേരാണ് വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഈ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിൽ ഇവരുടെ ഈ വിവാഹം ഞങ്ങൾ റദ്ദാക്കിയിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഓർഡർ മേടിച്ചു. പക്ഷെ ഇവര് സുപ്രീം കോടതിയിൽ കപിൽ സിബലിന് 1.5 കോടി രൂപയാണ് പോപ്പുലർ ഫ്രണ്ട് കൊടുത്തത് ആ കുട്ടിയുടെ വീണ്ടും പോകാൻ വേണ്ടി. ആ പയ്യൻ ഉപേക്ഷിച്ചു ആ കുട്ടിയെ. ഇപ്പോൾ ഈ കുട്ടി വീണ്ടും മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. കാരണം എന്താ? ആ കുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുന്നുള്ള ഒരു ഭയം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഒറ്റയ്ക്ക് മലപ്പുറത്ത് താമസിക്കുകയാണ് കുട്ടി. അപ്പോൾ പോവാൻ വേണ്ടി പോയതാണ് ആ കുട്ടി. എന്തായാലും ആ കുട്ടി ഈ കേസൊക്കെ വന്നതുകൊണ്ട് ആ കുട്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയില്ല. പോകാനുള്ള എല്ലാ ഏർപ്പാടും കഴിഞ്ഞിരുന്നു, പക്ഷെ പോയില്ല. പക്ഷെ എന്നാലും ആ കുട്ടി തിരിച്ചു വരാനുള്ള ഒരു ഭയമുണ്ട്. കാരണം എന്താ? അവരുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ ലോയേഴ്സ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരുണ്ട്, അതുപോലുള്ള മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അവരുടെ ഫാമിലിയുണ്ട്. ഇത്രയും ഒരു വലിയ എക്കോസിസ്റ്റം വന്നിട്ട് നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിലും അവർ ഒറ്റപ്പെട്ട രീതിയിലാണ്. ആ കുടുംബം ഒറ്റപ്പെട്ടു. ആ കുടുംബത്തിൽ വലിയ വിപത്തായിട്ടാണ് നമ്മൾ ആൾക്കാർ പറയും, ഓ ആ പെണ്ണ് മുസ്ലിമായിട്ട് പോയി, ആ പെണ്ണ് മുസ്ലിമായി എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകും, അല്ലെങ്കിൽ നമ്മൾ അവരെ പുച്ഛിക്കും. ഇതാണ് അവരുടെ സ്ട്രെങ്ത്, ഇതാണ് നമ്മുടെ വീക്ക്നെസ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ യാത്ര, കാരണം ഇത് ഞാൻ കൗൺസിൽ ചെയ്തുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ 2 യാത്ര, എനിക്ക് ഇപ്പോഴും 3 യാത്ര എനിക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ഞാൻ കുർല എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് നിന്നും കുർലയ്ക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ നേത്രാവതിയിൽ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്. മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് 3 ടയർ AC-യിലാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് പരിചയമുള്ള നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരു ബ്രാഹ്മണ കുടുംബം അവർ യാത്ര ചെയ്യണം. അവർ കോഴിക്കോടിലേക്ക് പോവാണ്. അപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ മകൾക്ക് വിവാഹ നിശ്ചയമാണ്. അപ്പൊ ആ പെണ്ണിന്റെ കസിൻസ്, എന്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ വൈഫ്, അവരുടെ ഫാമിലി ഒരു 8-10 പേര്, മുതിർന്ന ആൾക്കാരും അവരുടെ ഈ പെണ്ണിന്റെ ബന്ധുക്കളായി ആൺകുട്ടികളും പെൺകുട്ടികളും. ആൺകുട്ടികളുടെ 2 പേരുണ്ട്, ബാക്കി 3 ഈ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ആയ പെൺകുട്ടികൾ ഒരു 6-7 പേരുണ്ട്. ഇതല്ലാതെ 4 പേര് ഫ്രണ്ട്സ്, ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്സ്, കൂടെ പഠിക്കുന്ന ബോയ് ഫ്രണ്ട്സ്. ഈ 4 മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ ഈ കുട്ടിയെടുത്ത് ഇവര് പിന്നെ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പൊ ഇവൻ കഴിച്ചത് വെച്ചിട്ട് ആ പെണ്ണിനെ കൊടുക്കുകയാണ്. ഈ 4 മുസ്ലിംസ് ഇവരെ കഴിച്ച ആഹാരം മറ്റവന് കൊടുക്കുകയാണ്. എന്റെ ഫ്രണ്ടിന്റെ ഭാര്യ വന്നിട്ട് മക്കളെ പോലെ ഈ 4 മുസ്ലിംസിനെ കാണുകയാണ്. അതിൽ ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തതിൽ ഈ നമ്മുടെ ഹിന്ദു ബ്രാഹ്മണ പെണ്ണിന്റെ കൂട്ടുകായ ഒരു പെണ്ണ് ഒരു മുസ്ലിം വന്നിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ കയ്യിനെ അടിക്കുകയാണ്, നുള്ളുകയാണ്, വലിക്കുകയാണ്. അയ്യോ വേണ്ടടാ, ഇങ്ങനെ വേദനിക്കുന്നടാ, അങ്ങനെ ചെയ്യില്ലടാ. ഇവൻ ഉടനെ ചിരിക്കും, എല്ലാവരും കൂടെ തമാശ പറയാണ്. ഇതെന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ടെററൈസിങ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ആ കുട്ടി മിക്കവാറും ഈ മുസ്ലിമിന്റെ ട്രാപ്പിൽ വീണ് കാണണം. ഇതിന് എൻകറേജ്മെന്റ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ആൾക്കാരാണ്. ഇത്രമാത്രം നമ്മൾ ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടും ഇത് നടന്നിട്ടില്ല. മറ്റതൊന്ന്, വേറൊരു യാത്രയിൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ 3 ടയർ AC-യിലാണ്. ഞാൻ സൈഡ് ലോവർ ആയിരുന്നു എന്റെ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് 6 ബർത്തില് 6ഉം ഒരു മുസ്ലിം കുടുംബമാണ്. 4 സ്ത്രീകൾ, പിന്നെ ഒരു കുട്ടിയും ഒരു പയ്യനും. ആ പയ്യനെന്ന് പറഞ്ഞ ടീനേജറാണ്. അപ്പൊ ഇതില് ഈ സ്ത്രീകളെല്ലാം പർദ്ദയിട്ട് നിൽക്കുന്ന ബുർക്കയിട്ട സ്ത്രീകളാണ്. അതില് എനിക്ക് തോന്നുന്നു 3 ജനറേഷൻ ഉണ്ട്. അതായത് അമ്മമ്മ, മകളുടെ മകൾ. ഇതിന്റെ മകളുടെ മകൻ എന്തോ ആണ് ഇവൻ. ഇപ്പൊ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ടോപ്പിക് എന്തോ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടി ചിരിച്ചു. ഇവർ ചിരിച്ചപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഇവൻ പറയുന്നത്, അപ്പൊ ഇവർ പറഞ്ഞു, എടാ നീ വിളിക്കേ എന്ന് പറയുന്ന ആ പയ്യന്റെ അമ്മ പറയാണ്. അപ്പൊ ഇവൻ പിന്നെ ബർത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇവൻ സ്പീക്കറിൽ ഇട്ടിട്ട് വിളിക്കുകയാണ്, ഒരാളെ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയുടെ സൗണ്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ പറയാണ്. അപ്പൊ ആ പെണ്ണ് പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ഈ മുതിർന്ന സ്ത്രീകളും കുട്ടികളെല്ലാം കൂടെ ഭയങ്കരമായിട്ട്
ഇങ്ങനെ ചിരിച്ച് ആംഗ്യം കാണിക്കാം. അപ്പൊ ഈ എന്ത് നമ്മള് ഒരു ഫാമിലി ഒരു കുട്ടിയെ വഞ്ചിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കില്ല. ഹിന്ദുക്കൾ ഒരിക്കലും അത് കൂട്ടു നിൽക്കില്ല. പക്ഷെ ഒരു എൻറ്റയർ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഒരു കുട്ടിയെ ഈ വഞ്ചിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാണ്. ഒരു കുടുംബം മുഴുവൻ കൂട്ടു നിൽക്കാണ്. ഈ കുട്ടി വഞ്ചിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ, അമ്മ ഇവരെ തന്നെയാണ് ബന്ധപ്പെടാൻ പോകുന്നത് രക്ഷിക്കാൻ വേണ്ടി. അപ്പോ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? 2007, 8, 9 ഈ 3 വർഷത്തെ വർക്ക് ചെയ്ത ശേഷം നമ്മൾ വലിയ രീതിയിൽ പ്രചരണം നടത്തി എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം നോട്ടീസുകൾ നമ്മൾ കേരളത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വിതരണം ചെയ്തു ലവ് ജിഹാദിനെതിരെ. കലാകൗമുദിയിൽ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ വന്നു. അതിനെ കൗണ്ടർ ചെയ്തിട്ട് തേജസ് ഇതിനെ കൗണ്ടർ ചെയ്ത് അവർ വന്നു. ഇത്രയും ലേഖനങ്ങൾ വന്നു. അന്ന് ചർച്ചകളായി. അന്ന് ചർച്ചകളൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഞങ്ങളൊക്കെ വർഗീയവാദികളാണെന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു. നാഷണൽ ചാനലിലും ഞങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. ഇന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് അപ്പോഴത്തേക്കാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ CBCയെ ഞങ്ങളായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. എറണാകുളത്ത് ഞങ്ങൾ പോയി. ഞങ്ങൾ ക്രിസ്ത്യൻ കുട്ടികൾ പോയതിന്റെ ഡേറ്റ അവർക്ക് കൊടുത്തു. അത് ചർച്ചയ്ക്ക് ശേഷം ഇത് ചൊവ്വാഴ്ച ബുധനാഴ്ചയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത് ബിഷപ്പുമായിട്ട്. അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പറയണ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഇത് വലിയ വിപത്താണ്, ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ഇത് പറഞ്ഞോളാം, നിങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചരണം ചെയ്തോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ചൊവ്വാഴ്ച ഞങ്ങൾ ചർച്ചയാണ്. ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എന്റെ ഓഫീസിൽ അന്ന് 100 സ്റ്റാഫ് ഉണ്ട്. ഒരു 80ഓളം ലേഡീസ് ആണ്. എല്ലാം ഒരു മുസ്ലിം സ്റ്റാഫ് ആണ്, മറ്റതെല്ലാം ഹിന്ദുസ് ആണ്. എന്റെ ഓഫീസിലെ പ്യൂൺ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക് സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. 17 വയസ്സ് 18 വയസ്സേ ഉള്ളൂ. ഓഫീസ് പ്യൂൺ പിന്നെ പറയുന്നത്. അപ്പൊ എന്റെ HR മാനേജർ അടുത്ത് വന്ന് പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാം കൂടെ റൂഫിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വന്ന് എന്റെ HR മാനേജർ വന്ന് പറയാണ്, ഈ ലാറ്റിൻ കാത്തലിക് പെൺകുട്ടി എന്ന് പറയുന്നത്, ചേച്ചി ഇന്നലെ പള്ളിയിൽ നിന്ന് ഒരു വലിയ കാര്യം പറഞ്ഞു, മുസ്ലിം പയ്യന്മാര് പിന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വലിയ രീതിയിൽ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്, നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഓഫീസിൽ ഒരാളും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ പ്രചരണത്തിന്റെ എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ആ ഹോസ്റ്റലിലെ കുട്ടികളുടെ അടുത്ത്, കാരണം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മതം മാറാനുള്ള ചാൻസസ്. അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ തന്നെ ദുർഗാമഹിനിയുടെ ഒരു കുട്ടി അയച്ചിട്ട് വേറൊരു കാര്യം, ജോലിയുടെ സർവേ ചെയ്യുന്ന നിലയ്ക്ക് ഞങ്ങൾ കുട്ടികളെ സംസാരിക്കുന്ന രീതിയിൽ വിട്ടു. അപ്പൊ ഒരു റൂമില് 3 കുട്ടികളാണ്. ഒന്ന് പാലക്കാടിൽ നിന്ന് ഒരു ബ്രാഹ്മണ കുട്ടി, മറ്റൊന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു നായർ കുട്ടി, മൂന്നാമത് ഒരു ക്രിസ്ത്യൻ കുട്ടി. ആ ക്രിസ്ത്യൻ കുട്ടി, ഈ 2 കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. ക്രിസ്ത്യൻ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ ആ കുട്ടി M.Tech ആർക്കിടെക്ചർ ആണ്. ആ കുട്ടി ഒരു ആർക്കിടെക്ചർ ഫേമിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടത് ഈ ജോലിയുടെ കാര്യം സർവേ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കാഷ്വൽ ആയിട്ട് ചോദിച്ചു, ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഈ ലവ് ജിഹാദിനെ പറ്റിയൊക്കെ. അയ്യോ, അത് വന്നിട്ട് BJP-ക്കാര് പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് താഹയുടെ അടുത്ത് പിന്നെ വലിയ എമൗണ്ട് ചോദിച്ചു, കൊടുക്കാത്തത് കൊണ്ട് താഹയ്ക്കെതിരെ വലിയ പ്രചരണം നടക്കുകയാണെന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണ കുട്ടിയും നായർ കുട്ടിയും പറയാണ്. അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേവലം ആ കോളേജിന്റെ ഉടമസ്ഥനെതിരെയുള്ള ഒരു പ്രചരണമായിട്ടാണ് ഈ കുട്ടികൾ മനസ്സിലാക്കിയത്. ആ ആർക്കിടെക്ട് കുട്ടി മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ പുറത്തു പോകുമ്പോഴത്തേക്ക് ഈ കുട്ടി പുറകെ വന്ന് പറഞ്ഞു, ചേച്ചി ഈ പറഞ്ഞത് ശരിയാണ്, ഈ നടക്കുന്നുണ്ട്, അത് വലിയ അപകടമാണ് എന്ന് ഈ കുട്ടി ഹിന്ദു കുട്ടികളുടെ മുമ്പ് പറയാതെ പുറത്തു വന്ന് പറയാണ്. അപ്പൊ നമ്മള് 3 മാസം 5 ലക്ഷം നോട്ടീസും വാർത്തകളും വന്നിട്ട് നമ്മുടെ കുട്ടികളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. പക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അവയർനെസ് ഉണ്ടായി. അറ്റ്ലീസ്റ്റ് കുറച്ചു പേരെങ്കിലും അവര് ഇത്തരം കാര്യങ്ങൾ അവയറായി. സോ ഈ ലാക്ക് ഓഫ് അവയർനെസ് ആണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വരുന്നത്. ഇങ്ങനെ നിരവധി സംഭവമുണ്ട്. ഇതില് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അപ്ബ്രിങ്ങിങ് ആണ്. നമ്മൾ റിലീജിയസ് ഐഡന്റിറ്റി കൊടുക്കാത്തതിന്റെ, നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ നമ്മൾ തന്നെയാണ് പറയുന്നത് ഈ ഇസ്ലാം ഫോബിയ പാടില്ല. ഇവർ ആക്ച്വലി എന്ത് ചെയ്യും? നമ്മളുടെ ഹിന്ദു കുടുംബങ്ങളെ ആദ്യം ഇവർ ഡിഫെൻസീവ് ആക്കുകയാണ്. അനാവശ്യമായിട്ട് ഇവർ വിക്ടിം അഭിനയിച്ചുകൊണ്ട്, ഇവർ വിക്ടിം പ്ലേ ചെയ്തുകൊണ്ട് അവര് പറയാണ് നമ്മൾ അനാവശ്യമായിട്ട് മുസ്ലിങ്ങളെ നമ്മൾ അവർക്കെതിരെ ആരോപണം പറയുകയാണ്, അന്യായമായിട്ടുള്ള ആരോപണം പറയാണ്. അപ്പൊ നമ്മളെ വീട്ടിലെ കുട്ടികളുടെ അടുത്ത് സെക്യുലറിസം പഠിപ്പിക്കുകയാണ്. അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, അവര് സത്യമാണെങ്കിൽ പോലും പറയാൻ പാടില്ല. അപ്പൊ സത്യം തുറന്നു പറയാനുള്ള ഒരു അവസരം നമ്മുടെ വീടുകളിൽ ഇന്നില്ല. അത് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലില്ല.
ഈ ഒരു വീക്ക്നെസ് ഇവർ ആദ്യമേ നമ്മുടെ ബോളിവുഡിൽ ഹിന്ദി ഫിലിംസ് ആണെങ്കിലും മലയാളം സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും കവിതയാണെങ്കിലും എല്ലാ മേഖലയിലും മുസ്ലിം ഹിന്ദു സ്ത്രീ മുസ്ലിം നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് മുതൽ ജോധ അക്ബർ മുതൽ ഹിന്ദു സ്ത്രീ മുസ്ലിം ആയിട്ട് വിവാഹം കഴിക്കുന്നത് വലിയ റൊമാൻറ്റിക് ആയിട്ടാണ് നമ്മുടെ കൊച്ചു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് കോവിഡിന് ശേഷം വന്ന ഒരു പുതിയ ഒരു രീതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, അതിൽ ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാമാണ്. ഇപ്പൊ 3 കേസാണ് കഴിഞ്ഞ ഒരു 3 മാസത്തിൽ ഞാൻ കൗൺസിൽ ചെയ്തത്. ഒന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവര് നെടുമങ്ങാടിൽ അച്ഛൻ സൗദിയിൽ നിന്ന് തിരിച്ചു വന്ന് നെടുമങ്ങാടിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാണ്. ആ കുട്ടി ഒരു മുസ്ലിം പയ്യനുമായിട്ട് വന്നു. ആ മുസ്ലിം പയ്യൻ വീട്ടിൽ കയറി വന്നിട്ട് വേറെ 2 മുസ്ലിം ഫ്രണ്ട്സുമായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഈ കുട്ടിയുടെ റൂമിൽ കയറി പോകാൻ വേണ്ടി ചോദിക്കുകയാണ് സ്വന്തം അച്ഛനോട്. അമ്മയും അച്ഛനും ഉണ്ട്. അപ്പൊ അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് ആ കുട്ടി ഇഷ്ടമാണ്, എനിക്ക് റൂമിൽ ചെന്ന് കാണണം എന്ന് പറഞ്ഞ റൂമിൽ കയറി പോവാണ്. അവന് അത്രമാത്രം അവന് ധൈര്യം വന്നു. ആ പയ്യനാണെങ്കിൽ 23-24 വയസ്സാണ്. അവന് വിദ്യാഭ്യാസം, ആ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഏതോ ഭാഗത്താണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. ഈ കുട്ടിയെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവന് വേറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് അവൻ പൊക്കളയും എന്നാണ് ഈ കുട്ടി. ഈ ചെറിയ കാര്യം പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ വീഴ്ത്തുന്നത്. അപ്പൊ ഇവര് ഇത് ചെയ്യുന്നു. ഈ ഇടയ്ക്ക് ഇതേപോലെ കിളിമാനൂർ അടുത്ത ഒരു സംഭവം, ഒരു പെൺകുട്ടി 16 വയസ്സാണ്. 16 വയസ്സ് പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അടുപ്പമായി. 2 വർഷം മുമ്പ് ഈ കുട്ടി 14 വയസ്സുള്ളപ്പോഴത്തേക്ക് ഇവരുമായിട്ട് പരിചയമായി. അവസാനം ഇവര് ഈ പറയുന്ന എന്റർടൈൻമെന്റ് സ്റ്റേജിൽ വന്നു. അവസാനം അച്ഛനമ്മ ഇല്ലാത്തപ്പോഴത്തേക്ക് ഈ പയ്യൻ ബൈക്കിൽ ഈ കുട്ടിയെ പുറത്തു കൊണ്ടുപോയിട്ട് റബ്ബർ എസ്റ്റേറ്റിൽ വെച്ചിട്ട് ഈ കുട്ടിയെ റേപ്പ് ചെയ്യാണ്. ഈ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ്, പക്ഷെ എന്നാലും റേപ്പാണ്. അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കുട്ടി സമ്മതിച്ചു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഒരു പയ്യൻ വന്നിട്ട് ഇത് എന്റെ എസ്റ്റേറ്റിൽ വെച്ച് നിങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നു, എനിക്കിത് വലിയ പ്രശ്നമാവും, നിങ്ങൾ മൈനറാണ്, ഇത് വലിയ പോലീസ് കേസാവും, ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ അറിയിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടി ആ പയ്യനെ കാല് പിടിക്കുകയാണ്. ഈ പയ്യനും ആ ബോയ് ഫ്രണ്ടും ഈ പെൺകുട്ടിയുമായിട്ട് ആ പയ്യനെ കാല് പിടിക്കുന്നത് ചെയ്യരുത്, ഞങ്ങൾ തെറ്റ് പറ്റിപ്പോയത് ഒന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും നിന്നെ അനുഭവിക്കണം എന്ന് പറയാണ്. അപ്പൊ ഈ പയ്യൻ ആ ബോയ് ഫ്രണ്ട് പറയുന്നത് അതെങ്ങനെ എന്റെ ഗേൾ ഫ്രണ്ടാണ്, ഞാൻ വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വലിയ അഭിനയമാണ്. പക്ഷെ അവസാനം ഈ കുട്ടി സമ്മതിക്കുകയാണ്, കുഴപ്പമില്ല, ഒരു തവണയല്ലേ, നമുക്ക് ശരീരമല്ലല്ലോ വലുത്, നമുക്ക് മനസ്സാണെന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ ഡയലോഗൊക്കെ അടിച്ച് ഈ പയ്യൻ വന്നിട്ട് ആ കുട്ടിയെ അതേപോലെ റേപ്പ് ചെയ്യാണ്. ഇത് കൊണ്ടോട് 3ാമത്തെ ഒരു പയ്യൻ ഇതിനെ റെക്കോർഡ് ചെയ്യാണ് ദൂരെ മൊബൈലിൽ. ഇവൻ പറയാണ് ഞാൻ നിങ്ങൾ ചെയ്തതിന് ഞാൻ ഇത് പുറത്തുവിടാൻ പോവാണെന്ന് പറഞ്ഞ് ആ 3ാമത്തെ പയ്യനെ ഈ കുട്ടിയെ റേപ്പ് ചെയ്യാണ്. അങ്ങനെ ഈ കുട്ടി മെന്റലി ഡിപ്രസ്ഡ് ആയി, ആരോടും പറയാൻ സാധിക്കുന്നില്ല. ഈ പയ്യൻ വന്നിട്ട് ബോയ് ഫ്രണ്ട് കരയാണ്, ഞാൻ കാരണം നിനക്ക് വലിയ അബദ്ധം പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി അവനെ ആശ്വസിപ്പിക്കുകയാണ്. അനുഭവിച്ചത് നമ്മുടെ കുട്ടിയാണ്. 16 വയസ്സ് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. എന്നിട്ട് ഈ കുട്ടി പിന്നെ ഒരു 2-3 ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത സൂയിസൈഡ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ പയ്യൻ വേറൊരു പെണ്ണുമായിട്ട് ബൈക്കിൽ പോകുന്നതാണ്, ബോയ് ഫ്രണ്ട്. അങ്ങനെ ആ കുട്ടി ഫേസ്ബുക്ക് നോക്കിയപ്പോഴത്തേക്ക് പാസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഈ 3 പേരും ഫ്രണ്ട്സ് ആണ്. വർക്കല ബീച്ചിൽ ഒന്നിച്ച് തോളിലിട്ടിട്ട് ഇവര് ഫോട്ടോ എടുത്തത്. അങ്ങനെ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കാണ് കൗൺസിലിംഗ് വിട്ടപ്പോഴത്തേക്കാണ് വന്നു ഇങ്ങനെ ആ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ പരിഹാരം എന്താണ് എന്ന് ചോദിക്കാം. കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇസ്ലാമിനെ പറ്റി അവർ പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഒറ്റ ദൈവമാണ്. അപ്പോൾ അമേരിക്കയിലെ 18 വയസ്സ് പയ്യന്മാരാണ്, 2 പേര് മതം മാറി. അവിടെ 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഏത് റിലിജൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ 18 വയസ്സാകുന്നതിന് 6 മാസം മുമ്പേ മാറിയതുകൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് 2 പേരും തിരിച്ച് കൗൺസിൽ ചെയ്ത് തിരിച്ച് ഹിന്ദുസായി. അപ്പൊ അത് അവർ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ബഹുദൈവമാണ്, ഇതിൽ ഏതാണ് ദൈവം? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഗള്ളിബിലിറ്റി, നമ്മുടെ വീടുകളിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ അവർ മുതലെടുത്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോ ഏകദേശം ഒരു 5000-ത്തിലധികം പെൺകുട്ടികളും സ്ത്രീകളും വർക്കലയിൽ നിന്നും ഒരു സ്ത്രീ, 1 വയസ്സ് കുഞ്ഞുള്ള ഒരു സ്ത്രീ ഒരു മുസ്ലിമായിട്ട് പോയി. അവരെ ഞങ്ങൾ വന്ന് എറണാകുളത്ത് വെച്ച് പിടിച്ചിറക്കി. കാരണം അവരെ ഭർത്താവ് വന്നിട്ട് ദുബായിലാണ്, ബ്രാഹ്മിൻ കുടുംബമാണ്. അവർക്ക് അവർക്കൊരു ട്രാവൽസ് ഉണ്ടായിരുന്നു. ആ ട്രാവൽസിൽ ജോലിക്ക് നിന്ന ഒരു ഒരുത്തനാണ്. ഇവരെ കണ്ടി പ്രായം കുറവാണ്. ഇവരെ പറഞ്ഞു, ഇതാണ് കോൺവെർസേഷൻ ഹിപ്നോസിസിന്റെ എഫക്റ്റ്.
അപ്പോൾ അവരെ പറ്റി സ്തുതിക്കുക, അവരുടെ സൗന്ദര്യത്തിനെ പറ്റി, അവരുടെ ബുദ്ധിയെ പറ്റി, അവരുടെ അറിവിനെ പറ്റി, അവരുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കോൺവെർസേഷൻ ഹിപ്നോസിസിൽ ആര് വേണമെങ്കിലും അവർക്ക് വീഴ്ത്താൻ സാധിക്കും. ഇതാണ് അവസ്ഥ. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചതിന്റെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ പറയുകയാണ്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ വ്യാപകമായിട്ട് പല രീതിയിൽ അവളെ ഇരകളാക്കി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, അവരെ ചൂഷണം ചെയ്യാണ്. വരാത്ത കുട്ടികൾ, അവർക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്ന്, ആയുഷ്കാലം മുഴുവൻ ഇവർ അടിമകളായിട്ട് കഴിയുക. ഞാൻ അടിമയായിട്ട് കഴിയാം എന്ന് പറഞ്ഞു പോയ കുട്ടികൾ എനിക്കറിയാം. ഞാൻ കൗൺസിൽ ചെയ്ത കുട്ടികൾ പറഞ്ഞു, സാറ് പറയുന്നത് 100% ശരിയാണ്, പക്ഷെ എന്റെ ജീവിതം ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ ഇനി ഇതെല്ലാം ഞാൻ അനുഭവിക്കാം. അച്ഛൻ അമ്മയ്ക്ക് ഞാൻ ഇനി ഒരു വിഷമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ ഇനി അവന്റെ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാകും. അവൻ എന്നെ കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അടിമയായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് റിസൈൻ ചെയ്ത് പോയ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? കാരണം ഇതാണ് അവർക്ക് വേണ്ടത്. പിന്നെ ചോദിക്കാൻ ആരുമില്ല. പിന്നെ ഫാമിലി ഈ കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നും ചോദിക്കാൻ ആരുമില്ല. മനുഷ്യാവകാശമില്ല, സ്ത്രീ സുരക്ഷയില്ല, സ്ത്രീകളുടെ അവകാശങ്ങളില്ല, കുട്ടികളുടെ അവകാശങ്ങളില്ല, ഒന്നുമില്ല. ഒരു അവകാശം ഇല്ലാതെ വളരെ ദുരന്തത്തിൽ കഴിയുന്ന ഒരു അവസ്ഥയിലുള്ള കുട്ടികളെ എനിക്കറിയാം. എന്റെ ഓഫീസിൽ വർക്ക് ചെയ്ത ഒരു കുട്ടി, നായർ കുട്ടി, ഒരു മുസ്ലിമായിട്ട് പോയി വേറൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഫുൾ ബുർക്ക ഇട്ടു എന്ന് പറഞ്ഞു. സാർ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടി. എന്റെ അവസ്ഥ ഞാൻ അറിയാതെ, ഞാൻ അന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അടുത്ത് പോകരുതെന്ന്. പക്ഷെ ആ കുട്ടി, കാരണം എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ VHPയുടെ ആളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ റിലിജനെ പറ്റി മാത്രം പറഞ്ഞു, ഫ്രീഡത്തിനെ പറ്റി പറഞ്ഞു, സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിന് അവകാശങ്ങളെ പറ്റി പറഞ്ഞു. പക്ഷെ ആ കുട്ടി പോയി. ഇപ്പൊ പറയുന്നത് തിരിച്ചു വരാൻ പറ്റത്തില്ല, കാരണം ആ ഫാമിലി ഉപേക്ഷിച്ചു ആ കുട്ടിയെ. ഇതാണ് അവസ്ഥ. സോ ഇതിനെ നമ്മുടെ വീടുകളില് കുട്ടികൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. 2, ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു സംസ്കാരത്തിനെ പറ്റി, പ്രത്യേകിച്ച് ഹിന്ദു ദേവീ ദേവതാ സങ്കല്പങ്ങളെ പറ്റി, നമ്മുടെ ആചാരങ്ങളെ പറ്റി. കാരണം ഇത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഇന്ന് പല അച്ഛനമ്മമാർക്ക് അറിയില്ല അതിനെപ്പറ്റി. കാരണം ഇവർ പഠിച്ചിട്ടില്ല. ഇവർ പ്യുവർലി സെക്യുലർ എഡ്യൂക്കേഷൻ മാത്രമാണ്. ഇതിന്റെ ഒരു വലിയ അഭാവമാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നത്. ഇതിനെയാണ് ഈ ഒരു ചെറിയ വീക്ക്നെസ്സിനെയാണ് ഒരു വളരെ ആസൂത്രിതമായിട്ടും സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനം വഴി അവർ വിചാരിച്ചു കഴിഞ്ഞാൽ, അവരെ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 100% ആണ് സക്സസ് റേറ്റ്. നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് മാത്രമാണ് നമുക്ക് തിരിച്ച് സക്സസ്. ബട്ട് അവർ ടാർഗറ്റ് ചെയ്തത് ഒരിക്കലും അവര് പിന്നെ വിജയിക്കാതിരുന്നിട്ടില്ല. ഇത് നേരിട്ട് അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. അറിയും ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും 400 കേസിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാള് ആണ് നമ്മളോട് ഈ സംസാരിച്ചത്. എല്ലാ മേജർ സിറ്റീസിലും, ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ വേൾഡ് വൈഡ് ഇതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലായിടത്തും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇന്നത്തെ ഭൗതികം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഞായറാഴ്ച വേറൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.